നമസ്കാരം. സീക്കോ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണമോഷണത്തിൽ ദേവസ്വം മന്ത്രിക്കെതിരെ ബി.ജെ.പി. കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ആവശ്യം. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് മുന്നറിയിപ്പ്. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഒക്ടോബർ 30 വരെ മത്സ്യബന്ധനത്തിന് പൂർണ്ണ വിലക്കേർപ്പെടുത്തി. മെസ്സിയെ അല്ല, ഇനി സൽമാൻ ഖാൻ വരും. പുതിയ പ്രഖ്യാപനവുമായി കായികമന്ത്രി. സാങ്കേതിക തകരാറിനെ തുടർന്ന് മധുര ദുബായ് സ്പൈസ് ജെറ്റ് വിമാനം അടിയന്തരമായി നിലത്തിറക്കി. 12 സംസ്ഥാനങ്ങളിൽ 2ാം ഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിശദമായ വാർത്തകളിലേക്ക്. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ദേവസ്വം മന്ത്രി വി.എൻ. വാസവന് പങ്കുണ്ടെന്ന് ബി.ജെ.പി. സംഭവത്തിൽ മന്ത്രിയുടെ രാജി, ദേവസ്വം ബോർഡ് പിരിച്ചുവിടൽ, കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം എന്നിവയാണ് ബി.ജെ.പി. പ്രധാനമായും ആവശ്യപ്പെടുന്നത്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഒക്ടോബർ 30 വരെ മത്സ്യബന്ധനത്തിന് പൂർണ്ണ വിലക്കേർപ്പെടുത്തി. ലയണൽ മെസ്സിക്ക് പിന്നാലെ ബോളിവുഡ് താരം സൽമാൻ ഖാനെ കേരളത്തിലെത്തിക്കുമെന്ന് കായികമന്ത്രി. മന്ത്രിയുടെ ഈ പുതിയ പ്രഖ്യാപനം ഇതിനോടകം സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. മധുരയിൽ നിന്ന് ദുബായിലേക്ക് പുറപ്പെട്ട സ്പൈസ് ജെറ്റ് വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് അടിയന്തരമായി നിലത്തിറക്കി. SG-23 എന്ന വിമാനത്തിൽ 160 യാത്രക്കാരും 7 ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. രാജ്യത്തെ 12 സംസ്ഥാനങ്ങളിൽ 2ാം ഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഈ ഘട്ടത്തിൽ വോട്ടർ പട്ടിക പുതുക്കൽ, പുതിയ വോട്ടർമാരെ ചേർക്കൽ, പിശകുകൾ തിരുത്തൽ എന്നിവ നടപ്പിലാക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി സീക്കോ ന്യൂസ് പിന്തുടരുക. നന്ദി.